സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ചിന്തയെ തിരിക്കാം. രണ്ടാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. അടുത്തത് ആമേൻ. ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആമേൻ. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൻ്റെ താഴെ വാക്യങ്ങൾ. ഇത് യഹോവ ഭക്തൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു നൽകുന്ന ദൂതാണ്, ശബ്ദമാണ്. ഭൂമിയിലെ രാജാക്കന്മാരുടെ ശബ്ദം ദൈവജനത്തിന്റെ ഐക്യതയുടെ കയറുകൾ. സ്തോത്രം. തമ്മിൽ ബന്ധിപ്പിക്കുന്ന കയറുകൾ, ദൈവസ്നേഹത്തിന്റെ ചരടുകൾ മുറിച്ചു കളയണമെന്ന് ആഗ്രഹിക്കുന്ന ചില രാജാക്കന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് കാണുന്ന ആശയം ഇങ്ങനെയാണ്: ഒരു രാജാവ് മറ്റൊരു ചെറിയ രാജ്യത്തെ കീഴടക്കിയാൽ അവർക്ക് അവരുടെ മേലേൽപ്പിച്ചിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. കപ്പം കൊടുക്കുക, മറ്റ് ധാരാളം നിയമങ്ങളുണ്ട്. ഇത് കയറ് പോലെ പിടിച്ചവരെ കെട്ടിയിട്ടിരിക്കുക. സ്തോത്രം. ആരാണ് കെട്ടിയത്? ജയം പ്രാപിച്ച ദൈവമക്കൾ, ദൈവജനം. സ്തോത്രം. ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ രാജാക്കന്മാർ ശത്രു സൈന്യത്തെ പിടിച്ചു കെട്ടി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു സൈന്യത്തെ പിടിച്ചു കെട്ടി. അവർക്ക് ചലിക്കണമെങ്കിൽ ഇനി ആര് പറയണം? ദൈവമക്കൾ പറയണം. ആമേൻ. എന്നാൽ ആ കയറിനെ പൊട്ടിച്ചവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നാണ് ശത്രു പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്നത് അവൻ ശത്രുവിന്റെ മേൽ ബന്ധനം വീഴുകയാണ്. അവന് ചലിക്കാൻ കഴിയില്ല. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ഭക്തന്മാരായി, ദൈവത്തിന്റെ ജനമായി നാം ഉയർന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നാം പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി അവിടെ ചെയ്യും. സ്തോത്രം. നമുക്കെതിരായിട്ട് അവൻ ആയുധങ്ങൾ കൊണ്ടുവരുന്ന അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനത്തിനെതിരായി ഊരളുന്ന രഥചക്രങ്ങളെ താറുമാറാക്കുന്ന ദൈവശക്തി ദൈവജനത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ. വില്ലിനെ അമ്പിനെ ഓടിക്കുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. അവരെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അതിനെ ബന്ധിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ബന്ധനം ശത്രുവിന്റെ മേലേക്കുക. പക്ഷെ അവരെല്ലാം കൂടി ഒരു കൗൺസിൽ കൂടി അവർ പറയുകയാണ്, തമ്മിൽ ചെറിയ കുട്ടി രാജാക്കന്മാരെല്ലാം കൂടി ആഗ്രഹിക്കുന്നത്, നമുക്കിങ്ങനെ ബന്ധനത്തിരുന്നാൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് രാജാക്കന്മാരെ നമുക്കൊന്ന് കുടഞ്ഞെഴുന്നേൽക്കാമെന്ന് പറഞ്ഞ് ശത്രു രാജാക്കന്മാർ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. ആമേൻ. അവിടെ ദൈവജനം ഭയപ്പെടുകയല്ല. നാം കെട്ടിയത്, നാം അതിനെ ബന്ധിച്ചത് നമ്മുടെ ബലം കൊണ്ടല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രയെന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുകയാണ്. ഭയപ്പെടുന്ന എല്ലാ ആത്മാക്കളും വിട്ടുപോകട്ടെ. ദൈവവചനത്തിന് സ്തോത്രം സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ കഴിയും. അതിനെ അന്ധകാരങ്ങളെ ബന്ധിക്കാനും കഴിയും. ജീസസ്. നിന്റെ ജീവിതത്തിനെതിരെ വെച്ചിരുന്ന സ്തോത്രം അവൻ കല്ലുകളെ അവൻ വീണ്ടും ഉരുളാതവണ്ണം പിടിച്ചു കെട്ടിവെക്കാൻ കഴിയുന്ന ദൈവശക്തി വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവശക്തിയാൽ നിറയട്ടെ. രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒതുക്കി വച്ചിരിക്കുന്ന അനുഭവങ്ങൾ ദൈവജനം എഴുന്നേറ്റ് കഴിഞ്ഞു. അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. എന്നാൽ ആരെയാ പിടിച്ചു കെട്ടിയത്? ശത്രുവിനെ ഇപ്പോൾ കെട്ടിവെച്ചിരിക്കുക. അതിൽ നിന്ന് പുറത്തു വന്ന് വീണ്ടും പഴയതുപോലെ ഒന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ദൈവജനം കിടന്നുറങ്ങിയാൽ, പ്രാർത്ഥന കുറഞ്ഞാൽ ഇതിലെ കെട്ടുകൾ അഴിഞ്ഞു പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന ഒരുത്തൻ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ നിരൂപണങ്ങൾ വ്യർത്ഥമാണ്. രാവും പകലും ദൈവത്തെ ഓർപ്പിക്കുകയും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്യുന്ന ദൈവഭക്തന്മാരെ, ദൈവജനമേ, 21 ദിവസം ഉപവസിച്ചത്
സ്തോത്രം. നമ്മുടെ വിളിക്ക് തെളിയിക്കാൻ വേണ്ടി അല്ല നമ്മൾ ആരും ചെയ്തത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് അധികം നമ്മളെ ഇരുത്തിയത്. മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 12 ദിവസത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കത്തില്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം പ്രിയ സജീവ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ അറിഞ്ഞ കാര്യം എങ്ങനെയാ, അവിടെ ചെന്നെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പം കൂടെ പോയ ആൾക്കാർ പറഞ്ഞു വലിയ ഹൈ ഡോസ് മെഡിസിൻ ഒന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് വരികയായിരുന്നു. ഡോക്ടർ ഞെട്ടി. 40 ദിവസം ഉപവാസം പോസ്റ്റ് പറയുന്ന അവർ വിചാരിച്ചു വെച്ചേക്കുന്നേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടികൾ ലോകത്തിന് അറിയത്തില്ല. നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് അവർക്ക് അറിയത്തില്ല. നമ്മുടെ ശരീരത്തെ അവൻ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ആത്മാവിനെ അവൻ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന് ചുറ്റിയിലത് ആശ്ചര്യമായിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം ജീവിക്കുന്നു എന്നതിന് സ്തോത്രം വേറെ തെളിവുകളൊന്നും പ്രത്യേകിച്ച് കൊടുക്കണ്ട. മരിച്ചവരൊന്നും ഉയർന്നിട്ടില്ലെങ്കിലും ദൈവമക്കൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു തെളിവാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ക് ഒന്നാമത്തെ ശബ്ദം ആരുടെ ശബ്ദമാണ്? സാത്താന്യ ശക്തികളുടെ ശബ്ദമാണ്. നമുക്കൊന്നും കൂടി അവരൊന്ന് പേടിപ്പിക്കണം, ഒന്നുകൂടി നമുക്കൊന്ന് ഇടിക്കണം, ഒന്നുകൂടി നമുക്ക് ആക്സിഡന്റുകൾ വരുത്തണം, ഒന്നുകൂടി ജനത്തെ പതറിപ്പിക്കണം. ഇവർ ഇത്ര ഉപവസിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്നൊരു ചിന്താഗതി അവരുടെ ഇടയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തന്ത്രങ്ങൾ മറിയുമ്പോൾ ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നീ തുടങ്ങിയ പ്രാർത്ഥന കുറയ്ക്കരുത്, നീ ആരാധിച്ച ആരാധന കുറയ്ക്കരുത്, നിന്റെ ആത്മാവിലുള്ള ആരാധന കുറയ്ക്കരുത്. അതിന് ദൈവശക്തിയുണ്ട്. നീ പിടിച്ച് കെട്ടിയതിനെ അടിച്ചു വിടരുത്. ജീസസ്. നാം തുടങ്ങിയിരിക്കുക, നാം അവസാനിച്ചതല്ല. ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, തീർന്നിട്ടില്ല. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. നാം ഉപവസിച്ച് തുടങ്ങി, നാം ആരാധിച്ച് തുടങ്ങി, നാം വചനം ചിന്തിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇതൊരു പുതിയ അധ്യായം അവൻ തുറക്കപ്പെടാൻ പോകുക. ഈ പട്ടണത്തിന്റെ മേൽ ദൈവത്തിന്റെ പുതിയ അധ്യായങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുവാൻ കൽപ്പിക്കുന്നു. ഓഫീസുകളിലേക്ക്, അവൻ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വാചനം വായിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങട്ടെ, ഈ പട്ടണത്തിലേക്ക് ഇറങ്ങട്ടെ. ഓ നിർമ്മലമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവഭക്തന്മാരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി പ്രവഹിക്കട്ടെ. Right now, Lord, Hadara, Sarada, Bandhara, Ulmana, Daraga, Santana, Dirama, Haudana, അധികാരം പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ സാത്താന്യ തന്ത്രങ്ങൾ ഇവിടെ ഓടുകയാണ്. ഹല്ലേലൂയ. എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ദൈവശക്തി എന്തെന്ന് ലോകത്തിന് അറിയില്ല. അത് വെളിപ്പെടാൻ സമയമായി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് സാത്താന്റെ സമയമല്ല, ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇത് ദൈവജനത്തിന്റെ സമയമാണ്. ഇത് ന്യായ പ്രമാണത്തിന്റെ വെളിപ്പെടലിന്റെ സമയമാണ്. അവൻ വചനത്തിന്റെ വെളിപ്പെടുത്തലുകളുടെ സമയമാണ്. ജീസസ്. ഓടിയട്ടെ, ഓടിയട്ടെ. ആമേൻ. സാത്താന്റെ തന്ത്രങ്ങൾ ഓടിയട്ടെ. അന്യായ ഭീതികളുടെ വിട്ടുപോകുക. നിരാശയുടെ ആത്മാക്കൾ ഇവിടെ അഴിയുക. സാത്താന്യ ശക്തികൾക്ക് വിട്ടുപോകാം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നിനക്ക് കഴിയില്ല, നിനക്ക് കഴിയില്ല എന്ന് പറയുന്ന നിരാശയുടെ ആത്മാവേ അഴിയൂ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ആമേൻ. ഞാൻ എടുത്തു പറയുന്നില്ല. ആമേൻ. കർത്താവിന്റെ ആത്മാവിനെ ഹേമിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനിയും ഇതിനിടയിൽ രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുകയായിട്ട് കർത്താവിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇത് പറഞ്ഞ സമയങ്ങൾ എനിക്ക് പറ്റത്തില്ല, കാരണം നാം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രക്തത്താൽ ജയം. കാരണം സാത്താനെ നാം പിടിച്ചു കെട്ടി, അവന്റെ പ്രവർത്തനങ്ങളെ പിടിച്ചു കെട്ടി. ഇനിയും അത് ലൂസാകാൻ നാം വിട്ടുകൊടുക്കരുത്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങ്. പിന്മാറ്റത്തിന്റെ ആത്മാവെ ഓടിമാറ്. അശുദ്ധ ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് ഭൂമിയിലെ രാജാക്കന്മാരുടെ ശബ്ദം അത് കേട്ട് ഭയപ്പെടുകയല്ല ദൈവമക്കൾ ചെയ്യേണ്ടത്. നാം ദൈവത്തിന് മുഖത്തേക്ക് ധൈര്യപ്പെടുകയാണ്. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, നിന്നെ രോഗിയാക്കും, നിന്നെ കൊന്നുകളയും എന്നൊക്കെ സാത്താൻ പറയുമ്പോൾ ദൈവമക്കൾ പറയേണ്ടത്, ദൈവത്തിന്റെ വചനം എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതൊന്ന് പറയാമോ, ഒന്ന് ഏറ്റു പറയാമോ, വിടുതല. സ്തോത്രം. ദൈവദാസന്മാർ പറയുമ്പോൾ അന്നേരത്തേക്കുള്ള വിടുതൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് നമ്മളായിട്ട് തന്നെ ഒന്ന് ഏറ്റു പറയുമ്പോഴാണ് നമ്മിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ കണ്ടു, 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ദൈവത്തിന്റെ ശബ്ദമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം 8ാമത്തെ വാക്യത്തിലുണ്ട്. 8ാമത്തെ വാക്യം, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. സ്തോത്രം. ഇനി അതിന്റെ അടുത്ത വാക്യം, വെളിപ്പാട് പുസ്തകത്തിൽ ഇതേ കാര്യം കാണുന്നു. ഇരുമ്പുകോൽ കൊണ്ട് തകർക്കുന്നത് ആരാണ്? ആർക്കാണ് ഇരുമ്പുകോൽ കൊണ്ട് തകർക്കാൻ കഴിയുന്നത്? ജാതികളെ കുശവൻ ഉടയ്ക്കുന്നത് പോലെ, കലം ഉടയ്ക്കുന്നത് പോലെ, കുശവൻ ഉടയ്ക്കുന്നത് പോലെ. കുശവൻ പണിയുമെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളേ. എന്നാൽ കുശവന്റെ മറ്റൊരു പരിപാടി കൊണ്ട് തല്ലി ഉടയ്ക്കും, തല്ലി പൊട്ടിക്കും. കാര്യം എന്തെന്നറിയോ? മെനക്കേടായി സംഭവം. ഇത് വിറ്റ കാശ് കിട്ടുകയല്ല, പൊട്ടിയതാണ്. ഇതിനെ ഇനി ചുമക്കാൻ പറ്റില്ല, ഇതിന് വേസ്റ്റാ. അവന്റെ വീടിന്റെ ഒരു മൂലയ്ക്ക് സ്ഥലം മെനക്കെടുത്തിക്കൊണ്ടിരിക്കുക, ഇനി തല്ലി പൊട്ടിക്കുക, അത്രേ ഉള്ളൂ നിവൃത്തി. ഇരുമ്പുകോൽ കൊണ്ടവരെ മേയ്ക്കും, കുശവൻ ഉടയ്ക്കുന്നത് പോലെ പാത്രങ്ങളെ ഉടച്ചു കളയും. ഇത് ആരുടെ ശുശ്രൂഷയാണ്? യേശുവിന്റെ ശുശ്രൂഷയാണ്. സ്തോത്രം. ജാതികളെ രാജാക്കന്മാരെ ഉടച്ചുകൊണ്ട് അവൻ ഇനിയും വെളിപ്പെടാൻ പോവുകയാണ്, രാജാതി രാജാവായി വരാൻ പോവുകയാണ്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവസഭകളെ കുറിച്ച് ജയിക്കുന്നവൻ, അവൻ അധികാരം കൊടുത്തവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയ്ക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ അധികാരം വിശ്വസിക്കുന്ന ചിലതിനെ പൊടിക്കാൻ, ചിലതിനെ ഓടിച്ചു കളയാൻ, സ്തോത്രം, ചിലതിനെ നിയന്ത്രിക്കാൻ. അതുകൊണ്ട് കർത്താവ് പറയുന്ന ശബ്ദം എന്താണ്? എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ഒരു കൊച്ചു മിനിസ്ട്രിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ വിശ്വസതയോടെ ചെയ്യാമോ? അതിനെ വലുതാക്കി തരാൻ കർത്താവിന് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ, അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ എഫക്റ്റ് 4-ാം അധ്യായം കാണുവാൻ കഴിയുന്നു. 3-ാം അധ്യായത്തിൽ അവർ ആദ്യമായി ചെന്ന് ശക്തി പ്രാപിച്ച് പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ ചേർന്ന് പ്രാർത്ഥന ആലയത്തിലേക്ക് ചെന്നു. അവിടെ വെച്ച് നടന്ന ആ സൗഖ്യം, സ്തോത്രം, ആ മുടന്തര സൗഖ്യമായത് കണ്ടിട്ട് ആൾക്കാർ ഓടിക്കൂടി അവരുടെ സാക്ഷ്യം പറഞ്ഞു. അത് പ്രശ്നമായി തീർന്നു. അത് സ്തോത്രം, അവരെ ഒടുവിൽ ന്യായവിസ്താര സഭയിലേക്ക് കൊണ്ടുവന്നു. അവരെ തർജ്ജനം ചെയ്ത് കൽപ്പിച്ചു, അവരെ അടിച്ചു ഓടിച്ചു. ഇനി മേലാൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ സംഭവിച്ച കാര്യം നമുക്കറിയാം. ഇവരിത് അതുപോലെ വന്നിട്ട് സഭയിൽ വന്ന് പറഞ്ഞു, കർത്താവ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇനി മേലാൽ മിണ്ടരുതെന്നല്ല, പ്രസംഗിച്ചോളാനാണ് പറഞ്ഞേക്കുന്നത്. അതിനെ അധികാരം തന്നെ, അതിനെ ആ ശക്തി തന്നെ. പണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. പേടിച്ചതിന്റെ ഒരു വലിയ ചരിത്രവും ഹിസ്റ്ററിയൊക്കെ അവർക്ക് പറയാനുണ്ട്. ഒത്തിരി പേടിച്ചതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതേ പറയാനുള്ളൂ. പണ്ട് പേടിച്ച കാര്യങ്ങളെ പറയാനുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, കാത്തിരുന്നതിന് ശക്തി പകരാം. ആ ശക്തി സുവിശേഷം പറയാനുള്ള ശക്തിയാണ്. അധികാരത്തിന്റെ മുമ്പിൽ നമ്മെ നിർത്തുന്ന ശക്തിയാണ്. പുത്തൻ നാവുകൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ശക്തി പഴയതുപോലല്ല. പ്രശ്നം വരുമ്പോൾ ഓടുന്നതല്ല. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്തോത്രം, പാമ്പ് ഏതാണെന്നറിയാൻ പൂഴിമണ്ണ് വാരി ഇട്ട് കൊടുത്താൽ വെച്ചാൽ മതി. പൂഴിമണ്ണ് വാരി അതിനെ മടക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം പാമ്പ് ഏതാണ്. അവൻ സർപ്പമാണെങ്കിൽ തലയെടുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ദൈവമക്കൾ, സ്തോത്രം, ഉറങ്ങിക്കിടക്കുക. ഇപ്പോ അവരുടെ മേൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർ ചാടി എഴുന്നേറ്റ് ശക്തരായിത്തീരുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി മാറുകയല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴാണ്. കാരണം നാം സിംഹക്കുട്ടികളാ, സർപ്പത്തിന്റെ കുഞ്ഞുങ്ങളല്ല, സിംഹക്കുട്ടികളാ. ഹല്ലേലൂയ. സിംഹത്തിന്റെ കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബാലസിംഹം എന്ന് തന്നെ വിളിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് പ്രശ്നം വന്നിട്ട് പിന്നത്തെ കുറിച്ച് ചിന്തിക്കത്തില്ല, ചാടി വീണ് കഴിയും. സ്തോത്രം. കാട്ടുപോത്തായാലും കൊള്ളാം, ഇനി ആരെല്ലാം വന്നാലും. സ്തോത്രം. പ്രായമുള്ള സിംഹത്തിനറിയാം ഇന്ന വിഷയങ്ങൾ വലിയ ശക്തിയുള്ളതാ, കുറച്ച് മെനക്കേടാ, ഓതം പോകട്ടെ എന്ന പ്രാക്ടീസുള്ള സിംഹം പറയുമ്പോൾ ഇളന്നാ കടി അറിയത്തില്ലെന്ന് പറയുന്ന പോലെ, സ്തോത്രം, ഈ ചെറിയ സിംഹക്കുട്ടിക്ക് അതൊന്നും വിഷയമല്ല. അവൻ ചാടി വീണിരിക്കും. അവന്റെ ശൗര്യം അവൻ കാണിച്ചിരിക്കും. സ്തോത്രം, സ്തോത്രം. സിംഹരാജാവിന്റെ മക്കളാകുന്ന സിംഹക്കുട്ടികളാകുന്ന നാം തൊടുന്ന വിഷയം തോൽക്കുകയല്ല, അത് ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവസഭ ഈ വിഷയം അറിയാൻ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ
അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവസഭയായിട്ട് ഒരുമിച്ച് അവർ കൂടി വന്നിരുന്നു. അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥിച്ചത്? അവരെടുത്ത പ്രാർത്ഥനയുടെ കൊട്ടേഷൻ, ബൈബിൾ കൊട്ടേഷൻ ഈ ഭാഗത്ത് നിന്ന്, ദൈവമേ യേശു കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ അവർ പ്രാർത്ഥിച്ചത്? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്തെന്ന് പറഞ്ഞുകൊണ്ട് 2-ാം സങ്കീർത്തനത്തിന്റെ ഭാഗമെടുത്തുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥന തുറുപ്പ് ചീട്ടുപോലെ സ്തോത്രം അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ നാളുകളിൽ വെറും ഒരു വചനം മാത്രമായിരുന്നു ആ വാക്കുകളെങ്കിൽ അവരുടെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിനോട് പ്രസംഗിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ശക്തീകരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ വേദവാക്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് വെച്ചു കൊടുത്തു. അവർ നാവിലൂടെ ഏറ്റു പറയാൻ തുടങ്ങി. സംഭവിച്ചത് എന്താണ്? അവൻ പേടിച്ചരണ്ടിരിക്കേണ്ട സ്ഥാനത്ത് അവർ ശക്തരായി തീരാനിടയായി. മാത്രമല്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന സ്ഥലം കൂലിങ്ങുവാൻ തുടങ്ങി. രക്തം ചെയ്യം. ഹല്ലേലൂയ. ദൈവം ചില സുവിശേഷകരെ നമ്മുടെ മധ്യം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന വ്യർത്ഥമായില്ല, ഈ വചന ശുശ്രൂഷകൾ വ്യർത്ഥമായില്ല, ഈ അഭിഷേകം പകർച്ചൽ വ്യർത്ഥമല്ല. സ്തോത്രം. ഇതിന് പിന്നിൽ ദൈവം പ്രവൃത്തികൾ തുടങ്ങാൻ പോവുകയാണ്. ഒരു പുതിയ ചാപ്റ്റർ ദൈവം തുറക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇല്ല, സാത്താൻ പറയുന്നതല്ല ജയിക്കുന്നത്, ദൈവം പറയുന്നത്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഏതെങ്കിലും സ്തോത്രം സ്ഥലത്ത് പിശാചുക്കൾ ഇളകുന്നുണ്ടെങ്കിൽ അത് ആദ്യം പറയുന്നത്, അയ്യോ എനിക്ക് പേടിയാ, ഞാൻ അങ്ങ് പോകാമെന്ന് ഒരു വിഷയം പറയുന്നില്ല. ഞാൻ ഇവനെ കൊണ്ടല്ല ഇവളെയും കൊണ്ട് പോകുമെന്ന് പറയും. അത് കേട്ട് അയ്യോ അങ്ങനെയാണോ, എന്നാൽ ഞങ്ങളെല്ലാം കൂടെ യാത്ര അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം വന്നിരിക്കുന്നു പറഞ്ഞ് ദൈവത്തിന്റെ വചനം കൊണ്ട് പറയുമ്പോൾ പിശാച് പറയും, അയ്യോ ഞാൻ പോയേക്കാമേ എന്ന് പറഞ്ഞത് ഓടിപ്പോകും. അതിനൊന്നും വേണ്ട എന്നാ പിന്നെ പറയുന്നത്. ഇവിടെ ഒന്നുമില്ലെന്നാ പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഫോഷ്ക പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സാത്താൻ പറയുന്ന ഫോഷ്കാരെ നാം വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ റിപ്പോർട്ടിനെ നാം വിശ്വസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ റിപ്പോർട്ടുകളെ അല്ല നാം വിശ്വസിക്കേണ്ടത്. ആദ്യ നൂറ്റാണ്ട് ദൈവസഭ അങ്ങനെ പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെടുത്ത കൊട്ടേഷൻ 2-ാം സങ്കീർത്തനത്തിൽ എന്തായിരുന്നു? പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? ഇരിക്കുന്ന ഇടം കുലുങ്ങത്തക്കവണ്ണം ദൈവ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ശക്തിയില്ല, ദൈവത്തിന് അറിയാം. പക്ഷെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായിരുന്നു. നിന്റെ ബലഹീനതകൾ ദൈവം നോക്കുന്നില്ല, നിന്റെ കഷ്ടപ്പാടുകൾ ദൈവം നോക്കുന്നില്ല, അവൻ കഴിവില്ല എന്ന് പറയുന്നത് ദൈവം നോക്കുന്നില്ല. നമ്മെ കഴിവുള്ളവരാക്കി തീർക്കുന്ന ദൈവം ശക്തനായിരിക്കട്ടെ. അതുകൊണ്ട് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സന്തോഷം പകരുന്ന വാക്യമാണ്. ദൈവസന്നിധിയിൽ ഇരുന്നാൽ കർത്താവ് തരുന്ന വെളിപ്പാട് പേടിപ്പിക്കുന്ന വെളിപ്പാടല്ല. 21 ദിവസം ഉപവാസം വരുന്നിട്ട് എന്തോ കണ്ടത് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പൊതുവിൽ അധികം പേര് എന്നോട് പറഞ്ഞില്ലെങ്കിലും 1-2 പേരുടെയൊക്കെ എന്നോട് വെളിപ്പാടുകൾ പറയാൻ റെഡിയായി. സ്തോത്രം. പലരും കണ്ടിട്ടുണ്ട്. പിന്നെ പൊതുവിൽ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പേടിച്ചാൽ പറയാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ആയിക്കോട്ടെ, ഏതായാലും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം ദർശനങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയും വചനത്തിലൂടെയും സംസാരിക്കും. നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഭക്തനിലൂടെ ദൈവം സംസാരിച്ച വാക്യം എന്താണ്? നമുക്കൊന്നുള്ള വാക്യം 10 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. ബുദ്ധി പഠിച്ചോണം. വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം വിടുന്നു. എന്താ ഈ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതുകൊണ്ട് രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA, LLB, പിന്നെ MTech, BTech എല്ലാം കൂടെ പോയി പഠിച്ചിട്ട് വരാൻ അല്ല പറഞ്ഞത്. കോഗ്നിറ്റീവ് അല്ല. സ്തോത്രം. എന്താ പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ? യേശു കർത്താവ് പറഞ്ഞു 2 പേരും ഭവനം പണിതു, ഒന്ന് ബുദ്ധിയുള്ളവനാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇവർ 2 പേരും IQ കുറവുള്ള ഒരു വ്യക്തിയും IQ കൂടുതലുള്ള വ്യക്തിയുമായിരുന്നു. മന്ദബുദ്ധിയായി ഇവൻ വീട് പണിതു. അത് വീട് പണിതത് മണലിന്മേലായി പോയി, മഹാകഷ്ടമായി പോയി. അപ്പൊ അവന്റെ വീട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, വെള്ളം കയറി അതെല്ലാം ഇടിഞ്ഞു പോയി. അതാണോ അതിന്റെ അർത്ഥം? അല്ല. മന്ദബുദ്ധികൾ വീട് പണിയാറില്ല. മന്ദബുദ്ധികൾക്ക് പെയിന്റ് അടിക്കാൻ പറ്റില്ല. മന്ദബുദ്ധികൾക്ക് സ്കെച്ച് പ്ലാൻ വരയ്ക്കാൻ പറ്റില്ല. ആരാണ് ഈ മന്ദബുദ്ധി? ദൈവത്തിന്റെ വചനം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പുറകിൽ കളയുന്നവനെ മന്ദബുദ്ധിയെ ദൈവം വിളിക്കുന്നു. വചനമനുസരിച്ച് ജീവിതത്തെ പണിയുന്നവൻ ബുദ്ധിയുള്ള പണിക്കാരെന്ന് പറയുന്നിരിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വന്ന് പണിയുന്ന പണിയല്ല, ഇത് ആത്മാവിൽ വെളിപ്പാട് പ്രാപിച്ച് പണിയുന്ന പണിയാണ്. സ്തോത്രം. അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്തത് ബുദ്ധിയല്ല, സ്തോത്രം, ക്വാണ്ടിറ്റിയും അല്ല. എന്താ കൊടുത്തത്? ആമേൻ, സ്തോത്രം, വെറും ഒരു ഇൻസൈറ്റ് മാത്രമല്ല, റെവലേഷനാ കൊടുത്തത്. കർത്താവിനെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. റെവലേഷൻ, വെളിപ്പാട്. സ്തോത്രം. മത്തായി സുവിശേഷം 16:18 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ഇത് എന്താ വെളിപ്പാട്? സ്തോത്രം, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് യേശുവിനെ കുറിച്ച് പത്രോസ് വിളിച്ചു പറഞ്ഞ വെളിപ്പാട്. പ്രിയപ്പെട്ടവരെ, ഈ വെളിപ്പാട് നമുക്ക് കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമാരാ, ദൈവസഭ എന്താ, ആത്മീയ വിഷയങ്ങൾ എന്താ, ഇതിനെ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണണം. അതാണ് ബുദ്ധി. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കാം. തൽക്കാലം ഞാൻ അവിടെ നിർത്തുക. രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും. ആമേൻ. നമ്മുടെ ഭവനങ്ങൾ ഇടിഞ്ഞു പോകാൻ പാടില്ല. അത് ഏത് ഭവനമാണ്? നമ്മുടെ വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു, നമ്മുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നു, നമ്മുടെ കുടുംബജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നു, ദൈവപരമായ ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ ഉപദേശത്തിൽ, നമ്മുടെ ദൈവകൃപയിൽ നിന്നും നമ്മെ വീഴ്ച കളയാൻ പെരുവള്ളങ്ങൾ കവിഞ്ഞു വന്നാൽ, ആമേൻ, നമ്മുടെ അടുക്കലോളം എത്താതെ നമ്മെ സൂക്ഷിക്കേണ്ടതിന് ദൈവകൃപയിലും ദൈവവചനത്തിലും അവൻ പറഞ്ഞതുപോലെ പണിയുവാനിടയായി തീരട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അത് ബുദ്ധിയുള്ള പണിയത്രേ. രക്തത്താൽ ജയം. ഭൂമിയിലെ രാജാക്കന്മാർ അവർ ചിന്തിക്കുന്നു, ഇതിനെ ഒന്ന് പൊളിക്കണം, ഇതിനെ ഒന്ന് തകർക്കണം, ഈ കൂട്ടായ്മയെ തകർക്കണം, ഈ സ്തോത്രം ദൈവത്തിന്റെ ജനത്തെ ഒന്ന് തകർത്തോടിക്കണം, ഇവരുടെ പ്രാർത്ഥന ഗ്രൂപ്പുകളെ തകർക്കണമെന്ന് സാത്താൻ പറയുമ്പോൾ പേടിച്ചാരണ്ടു പോകുകയല്ല. എന്റെ കർത്താവ് എന്നോട് എന്ത് പറഞ്ഞിരിക്കുന്നു? സ്തോത്രം, നീ പ്രാർത്ഥിക്ക്, അതിന് ജയമുണ്ട്. നീ ഉപവസിക്കുക, അതിന് ജയമുണ്ട്. നീ വചനം പഠിക്ക്, അതിന് ജയമുണ്ട്. സ്തോത്രം. അങ്ങനെ ദൈവസന്നിധി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? അവൻ ആ ഭക്തനിലൂടെ സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം. മറ്റുള്ളവർക്കൂടെ ബലം കൊടുക്കുന്ന വാക്കുകൾ നാം പറയും. സ്തോത്രം. ഹോസ്പിറ്റലിൽ സിങ്കിങ് ബെഡിൽ കിടക്കുന്ന ആളിനോട് എന്ന്, അയ്യോ മിക്കവാറും ഈ ആഴ്ച തന്നെ തട്ടിപ്പോകുമല്ലേ എന്ന് ചോദിച്ചാൽ മതി, അപ്പം തന്നെ അങ്ങ് പോകും. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര രോഗമാണല്ലേ, ഇങ്ങനെ ആർക്കും വന്നിട്ടില്ല. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു കേട്ടുണ്ട്, ഇങ്ങനെ ആയിരുന്നു എൻ്റെ ഉപ്പാപ്പനും രോഗം വന്ന് പെട്ടെന്ന് തന്നെ പോയി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോകും. അങ്ങനല്ല ദൈവമക്കൾ ചെയ്യുന്നത്. ബലം കൊടുക്കുക, ശക്തിയില്ലാത്തതിന് ശക്തി കൊടുക്കുക, ബലമില്ലാത്തതിന് ബലം കൊടുക്കുക. സ്തോത്രം. ബലഹീനന്മാരെ താങ്ങുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ഒരു വേള ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്നിരിക്കട്ടെ, എന്താ നമുക്ക് പറയാൻ കഴിയും? നിത്യതയിൽ നീ എന്നും ജീവിച്ചിരിക്കും. കർത്താവിനോട് കൂടെ നീ വിശ്വസിക്കുന്നെങ്കിൽ, നീ അവനോട് കൂടെ ആണെങ്കിൽ, സ്തോത്രം, വിശ്വസിക്കുന്നെങ്കിൽ എന്നും എന്നും നീ ജീവിച്ചിരിക്കും. പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ഒരു ഭീകര കാര്യമായിട്ടോ, രോഗത്തെ ഒരു ഭയങ്കര വസ്തുവായിട്ടോ അല്ല ദൈവവചനം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം. ഹല്ലേലൂയ. മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാൻ, പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. അതിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ശത്രുവിന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വാക്കുകളും. ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമ്മിലൂടെ ദൈവം ആശ്വാസത്തിന്റെ വാക്കുകളും പകരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഒരു എന്നെ സഹായിക്കണമേ. പണിയപ്പെടുന്ന, കൺസ്ട്രക്ട് ചെയ്യുന്ന, ഇടിക്കാതെ പണിയുന്ന ഒരു ശുശ്രൂഷ. സ്തോത്രം. അതിനേതിനെയാണ് ഇടിക്കേണ്ടാത്തത്? ദൈവഹിത പ്രകാരം പാടുന്നതിനെ നാം ഇടിക്കാൻ പാടില്ല. ബലഹീനന്മാരെ നാം ഇടിക്കാൻ പാടില്ല, അവരെ പണിയണം. എന്നാൽ ഏതിനെയാണ് ഇടിക്കേണ്ടത്? യിരെമ്യാവിനോട് പറഞ്ഞു, നീ ഇടിക്കണം. ഏതിനെയാണ് ഇടിക്കേണ്ടത്? ദൈവഹിതമല്ലാതെ വെച്ചിരിക്കുന്നതിനെ ഇടിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഒരു നല്ല പണി ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവരങ്ങളേൽപ്പിക്കാം. ദൈവശബ്ദം പ്രാപിക്കാം, പകർന്നു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കാം.